നമസ്കാരം. പാർലമെന്റിൽ ചൂടേറിയ വാദപ്രതിവാദങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് തുടങ്ങിയിരിക്കുന്ന ചർച്ച 3 ദിവസം തുടരും. വിവാദമായി 3 ബില്ലുകളാണ് പാർലമെന്റിൽ എത്തിയിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നിയമസഭ പാർലമെന്റ് മണ്ഡലങ്ങളിൽ 33% വനിതാ സംവരണം ഏർപ്പെടുത്തുന്നതും പാർലമെന്റിലെയും നിയമസഭയിലെയും അംഗസംഖ്യ 50% വർദ്ധിപ്പിക്കുന്നതുമാണ്. വനിതാ സംവരണത്തോട് പ്രതിപക്ഷത്തിന് എതിർപ്പില്ല. 2023 തന്നെ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി പൂർത്തിയായതാണ്. എന്നാൽ മണ്ഡല പുനർവിഭജനവും പുതിയ സെൻസസും കഴിയട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. ഈ 2 നിബന്ധനകൾ ആ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർവിഭജനം നടത്താനും വനിതാ സംവരണം ഏർപ്പെടുത്താനും സർക്കാർ തീരുമാനിക്കുകയും ആ ബില്ല് കൊണ്ടുവരികയും ചെയ്തപ്പോൾ പ്രതിപക്ഷത്തിന് സംശയമാണ്. 2026 സെൻസസ് ആരംഭിച്ചിരിക്കവേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ധൃതി പിടിച്ചൊരു നീക്കം എന്ന് സംശയത്തോടെ ചോദിക്കുകയാണ് പ്രതിപക്ഷം. 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് കോവിഡിൻ്റെ പേരിൽ മാറ്റിവെച്ചതാണ്. ലോകത്തെല്ലായിടത്തും കോവിഡ് ബാധിച്ചെങ്കിലും 2021-22 വർഷങ്ങളിൽ എല്ലാ രാജ്യങ്ങളും സെൻസസ് പൂർത്തിയാക്കിയെങ്കിലും ഇന്ത്യ അത് വലിച്ചു നീട്ടിക്കൊണ്ടിരുന്നു. അതിൻ്റെ ലക്ഷ്യമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് 2026 സെൻസസിന് ശേഷം മാത്രമേ മണ്ഡല പുനർവിഭജനം നടത്താവൂ എന്ന ഭരണഘടനയിലെ വകുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡല പുനർവിഭജനം 2026 ശേഷം ആ സെൻസസ് ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമെന്ന് കണക്കാക്കിയിരുന്നെങ്കിലും പെട്ടെന്ന് BJP സർക്കാർ ചില വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ 2011 സെൻസസിനെ അടിസ്ഥാനമാക്കാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര ഭൂരിപക്ഷം കിട്ടാതെ പോയത് മാത്രമല്ല, 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പിലാക്കിയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാവും എന്ന ആശങ്ക കൂടിയാണ്. അതുകൊണ്ടാണ് വനിതാ സംവരണത്തെ പ്രതിപക്ഷത്തിന് എതിർക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിൽ വനിതാ സംവരണവും മണ്ഡല പുനർവിഭജനവും ഒരുമിച്ച് നടത്തുന്നത്. മണ്ഡല പുനർവിഭജന ചർച്ച എക്കാലത്തും ഒരു വിവാദ വിഷയമായിരുന്നു. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മണ്ഡലം പുനർവിഭജിക്കുമ്പോൾ ദക്ഷിണേന്ത്യ പൂർണ്ണമായും അവഗണിക്കപ്പെടും എന്നായിരുന്നു നേരത്തെ മുതലുള്ള ആരോപണം. അത് സ്വാഭാവികമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നയമനുസരിച്ച് ദക്ഷിണേന്ത്യയാണ് വാസ്തവത്തിൽ ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡല പുനർവിഭജനം നടത്തുമ്പോൾ ഉത്തരേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയും ദക്ഷിണേന്ത്യ പിന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. നിലവിലുള്ള നിയമം അനുസരിച്ച് 10.5 ലക്ഷം പേർക്ക് ഒരു MP ആണ്. അങ്ങനെ വന്നാൽ ഇന്ത്യയിൽ 1400 MP വേണ്ടിവരും. അതുകൊണ്ട് തന്നെ 850 ഉയർത്തിയാൽ പോലും 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിൽ ജനസംഖ്യയ്ക്ക് ഒരു MP എന്ന കണക്കെടുക്കേണ്ടി വരും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആകെ 850 MP ഉണ്ടായാലും കേരളത്തിൽ നിലവിലുള്ള MP എണ്ണം കുറയുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടുകയും ചെയ്യും. ഇത് ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയതിന് ദക്ഷിണേന്ത്യക്ക് കിട്ടുന്ന ശിക്ഷയായി മാറും. ഈ ഒരു പ്രതിസന്ധിയായിരുന്നു ഈ വിഷയത്തിൽ തീരുമാനം വൈകിപ്പിക്കാൻ കാരണമായത്. ഒടുവിൽ ഇത്തരമൊരു ഭിന്നത ഒഴിവാക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും ലോക്സഭയിലെയും നിയമസഭയിലെയും അംഗസംഖ്യ 50% വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തു. എന്ന് വെച്ചാൽ ലോക്സഭയിൽ 550 എന്നത് അതിൻ്റെ പകുതി കൂടി ഉയർത്തും, ഏതാണ്ട് 850 എത്തും. ഈ ഒരു മാറ്റം വാസ്തവത്തിൽ തിരിച്ചടിയായത് ഈ കട്ടിംഗ് സൗത്ത് എന്ന സങ്കല്പവുമായി ഇന്ത്യയെ പിളർക്കാൻ വേണ്ടി ആയുധം മൂർച്ച കൂട്ടി കാത്തിരുന്ന കുത്തിത്തിരിപ്പുകാർക്കാണ്. ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡല പുനർവിഭജനം വരുമ്പോൾ ദക്ഷിണേന്ത്യ പിറകോട്ട് പോകുമെന്നും ഉത്തരേന്ത്യയുടെ നിയന്ത്രണത്തിലേക്ക് ഇന്ത്യ മാറുമെന്നുമുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിച്ച് അതിനെതിരെ രംഗത്തിറങ്ങാൻ ഇരുന്നവർക്ക് കിട്ടിയ തിരിച്ചടിയായിപ്പോയി എല്ലായിടത്തെയും 50% വർദ്ധിപ്പിക്കുക എന്ന തീരുമാനം. ഇതോടുകൂടി ഈ നറേറ്റീവ് റദ്ദായി പോകുന്നു. കാരണം കേരളത്തിലും 20 എന്നത് 30 ആവുകയാണ്, കുറയുകയല്ല. എല്ലായിടങ്ങളിലും കൂടുകയാണ്. ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളുള്ള 3-4 സംസ്ഥാനങ്ങളിൽ ഒന്നായതുകൊണ്ട് തന്നെ തമിഴ്നാടിന് അതിന് ഗുണമുണ്ടാവും. അതുകൊണ്ട് തന്നെ കട്ടിംഗ് സൗത്ത് എന്ന സങ്കല്പവുമായി രംഗത്തിറങ്ങിയവർക്ക് അത് തിരിച്ചടിയായി. പക്ഷെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ക്യാപ്സ്യൂളുകളുമായി ആളുകൾ ചാടി ഇറങ്ങി തുടങ്ങി. ഇന്ത്യ അനുനിമിഷം ശക്തി പ്രാപിക്കുന്നതോടെ, ഇന്ത്യ ലോകത്തെ വൻകിട ശക്തിയായി മാറിയതോടെ ഈ രാജ്യത്തെ ഭാഷയുടെയും പ്രാദേശികവാദത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വിഭജിക്കാനുള്ള ഗൂഢാലോചനകൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് മണിപ്പൂരിൽ നടന്ന കലാപത്തിന് ചില അമേരിക്കൻ പ്രമാണിമാർ ഫണ്ട് ചെയ്തിരുന്നു എന്നതിപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യയെ വിഭജിക്കാൻ നടക്കുന്ന ഗൂഢശക്തികൾക്ക് വലിയ തിരിച്ചടിയായിപ്പോയി 50% വർദ്ധിപ്പിക്കുക എന്നത്. പക്ഷെ അത് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ കുത്തിത്തിരിപ്പുമായി രംഗത്തെത്തുന്നു.
ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പ് സാഹിത്യം ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ പടർന്നു തുടങ്ങി. വ്യാപകമായി ഇവർ പ്രചരിപ്പിക്കുന്ന ഒന്ന്, അനാഥമാകുന്ന ദക്ഷിണേന്ത്യ, നികുതി നമ്മുടേത്, ഭരണം അവരുടേത് എന്ന തരത്തിൽ ഒരു ഇന്ത്യയുടെ വികൃതമാക്കപ്പെട്ട മാപ്പാണ്. ആ മാപ്പ് കുത്തിത്തിരിപ്പിൻ്റെ ഉദാഹരണമായി മാറുന്നു. കുത്തിത്തിരിപ്പുകാർ ഇങ്ങനെ പറയുന്നു: ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 വർദ്ധിപ്പിക്കുന്നു എന്ന വാർത്ത കേവലം ഒരു തെരഞ്ഞെടുപ്പ് വാർത്തയായി മാത്രം കണ്ട് നിങ്ങൾ തള്ളിക്കളയരുത്. ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ശബ്ദം എന്നേക്കുമായി അപ്രസക്തമാക്കാനുള്ള സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറിയാണിത്. എന്തുകൊണ്ടാണ് ഈ മണ്ഡല പുനർനിർണ്ണയം ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങൾക്കും ദക്ഷിണേന്ത്യയ്ക്കും എതിരെയുള്ള ഏറ്റവും വലിയ ചതിയാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹിന്ദി ഹൃദയഭൂമിയുടെ ആധിപത്യം. പുതിയ പുനർനിർണ്ണയം വരുന്നതോടെ ഉത്തർപ്രദേശിനും ബീഹാറിനും രാജസ്ഥാനും അടക്കം വൻതോതിൽ സീറ്റുകൾ വർദ്ധിക്കും. അതായത് ഇനി ഇന്ത്യ ആര് ഭരിക്കണം, രാജ്യത്തെ നയങ്ങൾ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമായി ചുരുങ്ങും. കേരളത്തിൻ്റെയും ദക്ഷിണേന്ത്യയുടെ ആവശ്യങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും പാർലമെന്റിൽ പുല്ലുവില പോലും ലഭിക്കാത്ത അവസ്ഥ വരും. നോക്ക് എന്തൊരു കുത്തിത്തിരിപ്പും നുണയുമാണെന്ന്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത് കേരളവും തമിഴ്നാടും തെലങ്കാനയും ആന്ധ്രയും കർണാടകയും ഉൾപ്പെടുന്ന ഒരു ഭൂപ്രദേശമാണ്. ഇതിൽ തമിഴ്നാടും കർണാടകയും ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള, ഏറ്റവും അധികം ലോക്സഭാംഗങ്ങളുള്ള സീറ്റുകളിൽപ്പെടും. തെലങ്കാനയും കേരളവും മാത്രമാണ് വ്യത്യസ്തമായിട്ടുള്ളത്. ഈ സംസ്ഥാനങ്ങളിലെ എം പിമാരുടെ എണ്ണം ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലെ എം പിമാരുടെ എണ്ണം കൂടുന്നത് പോലെ തന്നെ കൂടും. ഉത്തർപ്രദേശ് ഒഴിച്ചാൽ മറ്റൊരു വടക്കേന്ത്യൻ സംസ്ഥാനത്തും ഭീമമായ വ്യത്യാസവും വരുന്നില്ല. കേരളത്തിൻ്റെ കാര്യമെടുക്കൂ, 20 എന്നത് 30 മാറും. എന്നിട്ടും ഇവർ നുണ എഴുതുന്നു. നികുതി നമ്മുടേത്, ഭരണം അവരുടേത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ നികുതി നൽകി സംഭാവന ചെയ്യുന്ന ദക്ഷിണേന്ത്യയാണ്. എന്നാൽ നമ്മൾ നൽകുന്ന നികുതി പണം ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും. പുതിയ നിയമം വരുന്നതോടെ നമ്മുടെ നികുതി പണം കൊണ്ട് ജീവിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിൽ സമ്പൂർണ്ണ ഭൂരിപക്ഷം ലഭിക്കുമെന്ന വിചിത്രവും അപകടകരമായ അവസ്ഥയാണ് വരാൻ പോകുന്നത്. ഇതും മറ്റൊരു നുണയുടെ നറേറ്റീവാണ്. രാജ്യത്ത് ഏറ്റവും നികുതി നൽകുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര ദക്ഷിണേന്ത്യൻ സംസ്ഥാനമല്ല. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ബജറ്റ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെയും ബജറ്റിനേക്കാൾ കൂടുതലാണെന്ന് ഓർക്കണം. കേരളത്തിൻ്റെ ആകെ ബജറ്റും ആകെ വരുമാനവും എത്രയാണെന്ന് നമുക്കറിയാം. എന്ന് മാത്രമല്ല, ഓരോ സംസ്ഥാനവും നൽകുന്ന നികുതി വിഹിതത്തിന് അനുസൃതമായാണ് ആ സംസ്ഥാനത്തിന് കേന്ദ്രം നൽകുന്ന നികുതി എന്നതും ഇവർ വിസ്മരിക്കുന്നു. BJPയുടെ മാസ്റ്റർ പ്ലാൻ. ദക്ഷിണേന്ത്യയിൽ BJPക്ക് വേരോട്ടമില്ല എന്നവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും തങ്ങൾക്ക് സ്വാധീനമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ മാത്രം വെച്ച് ഇന്ത്യയെ എന്നേക്കുമായി ഭരിക്കാനുള്ള BJPയുടെ ഏകാധിപത്യ അജണ്ടയാണിത്. രാജ്യത്തെ വിഭജിക്കുന്ന നീക്കമാണിത്. രാജ്യപുരോഗതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ദക്ഷിണേന്ത്യയെ രാഷ്ട്രീയമായി അനാഥമാക്കുന്ന ഈ നെറുകേടിനെതിരെ നമ്മൾ ഒന്നടങ്കം ശബ്ദമുയർത്തേണ്ടത് സമയമാണിത്. വികസനത്തിലും വിദ്യാഭ്യാസത്തിലും മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ ശബ്ദത്തെ ഇല്ലാതാക്കാൻ അനുവദിച്ചുകൂടാ. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് മറന്നുകൊണ്ടാണ് ഈ കുത്തിത്തിരിപ്പുകാർ പറയുന്നത്. ഇന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വോട്ടും പിന്തുണയും എം പിമാരുടെ എണ്ണവും ഒന്നും ഇന്ത്യ ഭരിക്കാൻ അവർക്ക് ആവശ്യമില്ല. അതില്ലതാനും. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും മറ്റൊരു മാറ്റവും ഇനിയുള്ള അവസ്ഥയിൽ വരില്ല എന്നത് വാസ്തവമായിട്ടും ഈ നുണ പറയുന്നത് ആർക്ക് വേണ്ടിയാണ് എന്ന് വ്യക്തം. ഇത്തരം വാർത്തകൾക്കടിയിൽ വരുന്ന കമൻറ്റുകൾ മാത്രം നോക്കുക. സൗത്ത് ഇന്ത്യ BJP രാജ്യത്തെ രണ്ടായി കാണാൻ രീതിയായി മുന്നോട്ട് പോകാനാണെങ്കിൽ ഹിന്ദി മേഖലയിൽ നോർത്ത് ഇന്ത്യയും അവർ നിൽക്കട്ടെ. BJPക്ക് വലിയ കളിയാണെങ്കിൽ പുതിയ രാജ്യം സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കൂടി ചേർത്ത് സൗത്ത് ഇന്ത്യ നിലവിൽ വരുത്തണം. അതിനുള്ള ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകണം. അതിലൂടെ പുതിയ രാജ്യം ഉണ്ടാക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകണം. അപ്പോൾ BJP കളി അവിടെ നിൽക്കും. സൗത്ത് ഇന്ത്യ മറ്റൊരു രാജ്യമായി മാറും. ദക്ഷിണേന്ത്യൻ BJP ഇല്ലെങ്കിലും ഇന്ത്യ ഭരിക്കുമെന്ന് BJPയുടെ ഏകാധിപത്യ സമരം നമ്മൾ ഒറ്റക്കെട്ടായി നേരിടും. ശ്രീലങ്ക എന്ന ചെറിയ രാജ്യമാണ്. അതുപോലെ സൗത്ത് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാകണം. സൗത്ത് ഇന്ത്യ വേണമെങ്കിൽ വേറൊരു രാജ്യമാകട്ടെ. എന്നാൽ സംഖ്യകളില്ലാത്ത നാട്ടിൽ, പശുമൂത്രം കുടിക്കാത്ത, ചാണകം തിന്നാത്ത നാട്ടിൽ അഭിമാനത്തോടെ ജീവിക്കാം. ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്ക് CPM നേതാക്കളും കോൺഗ്രസ് നേതാക്കളും കുടപിടിക്കുന്നു. തോമസ് ഐസക് ഇങ്ങനെ എഴുതുന്നു: വനിതാ സംവരണത്തിന് വിപുലമായ രാഷ്ട്രീയ പിന്തുണയുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തി തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ ലോക്സഭാ മണ്ഡലങ്ങളെ ഡീലിമിറ്റേഷൻ കൂടി നടത്തുവാനാണ് BJPയുടെ കുൽസിത ശ്രമം. ഇതിനുവേണ്ടി ഏപ്രിൽ 16 പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. 2023 നാരി ശക്തൻ വന്ദൻ അധിനിവേശം പാസ്സാക്കുന്നതിൽ ഇടതുപക്ഷം പിന്തുണച്ചിരുന്നു. എന്നാൽ വനിതാ സംവരണത്തെ സെൻസസുമായി മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധിപ്പിക്കുന്നതിനെ എതിർക്കുകയും ചെയ്തു. ഈ നീക്കം വനിതാ സംവരണം നടപ്പാക്കുന്ന വലിയ കാലതാമസമുണ്ടാക്കുകയും എന്ന വിമർശനം ശരിയാണ്. ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു. നിയമം പാസ്സാക്കി 3 വർഷം കഴിഞ്ഞിട്ടും സെൻസസ് പൂർത്തിയായിട്ടില്ല, ലോക്സഭ ഡീലിമിറ്റേഷൻ നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ശക്തമായി എതിർക്കുന്നു തോമസ് ഐസക് രംഗത്ത് വന്നിട്ട്. ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകാർ രാജ്യത്തെ വിഭജിക്കാനുള്ള നീക്കത്തിലാണ്. എന്നാൽ അവരെ അങ്ങനെ വെറുതെ അങ്ങ് വിടാൻ കേന്ദ്രം തീരുമാനിച്ചിട്ടില്ല. അതിശക്തമായി നിയമനിർമ്മാണവുമായി മുമ്പോട്ട് പോവുക, രാജ്യത്തെ ശിഥിലീകരിക്കുന്ന
ആശയങ്ങൾ ഉയർത്തുന്നവരെ നിയമപരമായി തന്നെ നേരിടുക. രാജ്യം വിഭജിക്കണം എന്ന് പറയുന്നത് രാജ്യദ്രോഹമാണ്. അത്തരക്കാരെ തെരഞ്ഞുപിടിച്ച് അവർക്കെതിരെ കേസെടുത്ത് നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. രാജ്യത്തെ വിഭജിക്കണമെന്ന് പറയുന്നത് ഏതവനാണെങ്കിലും അവനെതിരെ നിയമ നടപടി എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പണ്ട് പഞ്ചാബ് മോഡൽ എന്നൊരു പ്രസംഗം നടത്തിയതിന് മന്ത്രി ബാലകൃഷ്ണപിള്ളയ്ക്ക് പണി തെറിച്ചത് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും.